വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ്. എങ്ങനെ ചെയിൻ മുറുക്കാം, നമുക്ക് സ്വന്തമായിട്ട് ചെയിൻ മുറുക്കാൻ പഠിക്കാം, പ്രോപ്പറായിട്ട് മുറുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും മുറുക്കാനൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഇതൊരു ചെറിയ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നൊരു വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇച്ചിരി വിശദീകരിച്ച് പറയാമെന്ന്, വലിയ വിശദീകരിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാനൊക്കെ ഒരു ഡെലിവറി ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വണ്ടിയുടെ ചെയിനുകൾ ആഴ്ചയിൽ മുറുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ മുറുക്കാൻ ചെന്നപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, മോനെ നിങ്ങൾക്കൊക്കെ ഒരു ഡെലിവറിക്ക് 10-20 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ 50 രൂപ ചെയിൻ മുറുക്കാൻ കളയണോ? ഇതൊക്കെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് മുറുക്കാൻ മേലേന്നോ? അപ്പോൾ പല വർക്ക്ഷോപ്പിലും ചെയിൻ മുറുക്കാൻ പോകുമ്പോൾ പല വർക്ക്ഷോപ്പിലും പല രീതികളായിരിക്കും. നമ്മളിവിടെ 100 രൂപയൊക്കെ വാങ്ങിക്കുന്ന വർക്ക്ഷോപ്പുണ്ട്, 50 രൂപ വാങ്ങിക്കുന്നതുകൊണ്ട് 100 രൂപ വാങ്ങിക്കുന്നുണ്ട്, ചിലർ 30 രൂപയ്ക്ക് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ചിലർ മുറുക്കുന്ന വെച്ചാൽ ഇവിടെ ഈ നട്ട് ലൂസ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഇച്ചിരി ടൈറ്റ് ചെയ്യുന്നു, ഒന്ന് കറക്കി വിടുന്നു, എന്നിട്ട് നമ്മളോട് പറയുന്നു ബ്രേക്ക് ഒറ്റ ചവിട്ടിക്കുമെന്ന് പറയുന്നു. നമ്മൾ ബ്രേക്ക് ഇങ്ങനെ ആഞ്ഞ് ചവിട്ടുന്നു, അപ്പോൾ അവർ മുറുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് മുറുക്കണമെങ്കിൽ 2 പേര് വേണം. പിന്നെ ചിലർ ചെയ്യുന്നത് ഇവിടെ അല്പം ടൈറ്റ് ചെയ്യും, അല്പം ടൈറ്റ് ചെയ്യും, എന്നിട്ട് ഈ ചെയിൻ ഇങ്ങനെ കറക്കി വിട്ടിട്ട് ഈ ഒരു തുളയ്ക്കകത്തൂടെ ഇങ്ങനെ ചെയിനയിൽ ഇങ്ങനെ പയ്യെ പിടിച്ചൊക്കെ നോക്കും. നമ്മളവർക്കത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണെന്ന്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിനെ കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ ചില വർക്ക്ഷോപ്പിൽ മുറുക്കി കഴിയുമ്പോഴത്തേക്കിൻ്റെ അലൈൻമെൻറ്റൊക്കെ മാറി ടയർ ഒരു വശത്തോട്ടൊക്കെ ഇരിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മുറുക്കിയാൽ ശരിയാകത്തില്ല. ചിലപ്പോൾ ലൂസ് ടൈറ്റായി പോകും, ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ലൂസും ടൈറ്റും അങ്ങനെയൊക്കെ ആയി പോകും, വെട്ടിപ്പാളിപ്പോവും. അങ്ങനെയൊക്കെ ഉള്ള കാരണം നമ്മൾ പൊതുവെ എല്ലാവരും വർക്ക്ഷോപ്പിലാണ് മുറുക്കുന്നത്. ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ ഇത് മുറുക്കാൻ ചെന്ന സമയത്ത് അവിടുത്തെ ആൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടിയുടെ സൈഡിൽ ചെയിൻ നമുക്ക് തന്നെ മുറുക്കാൻ വേണ്ടിയുള്ള മാർക്കിങ്സും അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ്സും അടയാളങ്ങളൊക്കെ ഉണ്ടെന്ന്. എല്ലാ നമ്മുടെ ഈ ഈ സ്വിങ് ആമ്പിൻ്റെ സൈഡിലും ഇതുപോലെ മെഷർമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ മറ്റൊരു വണ്ടിയിൽ കാണിച്ചു തരാം. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ മെഷർമെൻറ്റ്സ് ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു അടയാളപ്പെടുത്തലുണ്ട്, 1, 2 സ്കെയിൽ പോലെ ഒരു അടയാളങ്ങളുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ ഈ മെഷർമെൻറ്റ്സിൻ്റെ തീരുന്നിടം വരെ മുറുക്കി വരുമ്പോൾ ചെയിൻ തീർന്നു, ചെയിൻ മാറാറായി, അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് ചുമ്മാ അല്ല, അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയിൻ 2 വശം ഒരുപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളത് വെച്ച് മുറുക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ 2 സൈഡിലും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് എണ്ണിയാൽ മതി. കണ്ടോ, 1, 2, 3, 4, 5. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെയിൻ ടൈറ്റ് ചെയ്യുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ഊരി കാണിക്കാം. അപ്പം നട്ട് ഞാൻ ലൂസാക്കി വെച്ചിരിക്കുകയാണ്. ഈ സാധനത്തിൻ്റെ സൈഡിലൊരു വെട്ടുണ്ട്. ആ ഒരു വെട്ട് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ കറക്റ്റ് അളവ് മനസ്സിലാക്കുന്നത്. അത് ഊരി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ടൈറ്റാണ്. നേരത്തെ ലൂസാക്കി വെക്കേണ്ടതായിരുന്നു. ഇവിടെ ഒരു വാഷറുണ്ട്, അത് ഊരിയാൽ ഊരിപ്പോൾ എടുത്തോളൂ. വാഷ് ഊരി എടുക്കാം, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കേട്ടോ, ഈ ഒരു സാധനം വെച്ചിട്ടാണല്ലോ നമ്മൾ മുറുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കണ്ട് ഇങ്ങനെ ഒരു വെട്ടുണ്ട്, 2 സൈഡിലൊരു വെട്ടുണ്ടാവും. അപ്പോൾ ഓരോ വണ്ടിയുടെ ഓരോ ടെക്നിക്കായിരിക്കും, ഓരോ മെക്കാനിക്സ് ആയിരിക്കും. ഇപ്പോൾ RS അതുപോലെ NS ഒക്കെ പോലുള്ള പൾസറിൻ്റെയൊക്കെ വണ്ടികളിൽ വേറൊരു സാധനമാണ്, അതിങ്ങനെ കറക്കി ഇടുന്ന സെറ്റപ്പാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ ഒരു മെഷർമെൻറ്റ്സ് ഉണ്ടാകും. കണ്ടോ, വണ്ടി ചെളിയാണ്, കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ 1, 2, 3 മെഷർമെൻറ്റ്സ് ഉണ്ട്. ഈ സാധനം ഇവിടെ ഇടുക, എന്നിട്ട് ഈ നട്ട്സ് ഒന്നും ഊരിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഊരിയെടുത്താണ്. വാഷറും കൂടെ ഇടട്ടെ. കറക്റ്റായിട്ട് മുറുക്കിയിട്ട് നമ്മളിതനുസരിച്ച് 2 സൈഡ് ഒരേ ലെവലാക്കി വെച്ചാൽ മതി. എന്നിട്ട് വീൽ നട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ചെയിൻ മുറുക്കുമ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ആകാണ്ടിരിക്കാം. പിന്നെ നമ്മൾ ഈ കറക്റ്റ് അളവല്ല, 2 വശത്തെങ്കിലാണ് ഈ ചെയിൻ ഈ ലൂസ് ടൈറ്റായി പോകുന്നതും ഇടയ്ക്ക് ലൂസ് ഇടയ്ക്ക് ടൈറ്റും വെട്ടിപ്പോകുന്നതും ചെയിൻ പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ലൈഫ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മുറിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ നോക്കേണ്ടത് ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇത്രയും ലൂസ് പാടില്ല, ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല. ഇവിടെ നമ്മളിങ്ങനെ എണ്ണി നോക്കുകയാണ് കേട്ടോ. ഇവിടെ 1, 2, 3, 4, 5, 6ാമത്തെ വെട്ടിലാണത് കിടക്കുന്നത്. ഓക്കെ, ഞാനത് മുറുക്കിയാണ്. കറക്റ്റായിട്ട് എണ്ണി മുറുക്കിയാൽ മതി. അപ്പോൾ 2 സൈഡ് നമുക്ക് ഒരുപോലെ മുറുക്കിയെടുക്കാൻ പറ്റും. നല്ല തിരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഭയങ്കര വെയിലാണ് കേട്ടോ. മുറുകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 7ാമത്തെ വെട്ടിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ.
നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 1 2 3 4 5 6 ഇപ്പോൾ 7ാമത്തെ വെട്ടിലാണ്. ചെയിനയിൽ നമ്മളിങ്ങനെ പയ്യെ പിടിച്ചു നോക്കുന്നുണ്ട്. ചെയിൻ ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി ടൈറ്റും അല്ല. ഈ ഒരു കണ്ടീഷനെ വേണം എപ്പോഴും മുറുക്കാൻ. അതാണ് ഈ മുറുക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. ഇത്തിരി കൂടെ ടൈറ്റാക്കിയേക്കാം. കറക്റ്റ് ഇപ്പോൾ 7ാമത്തെ വെട്ടിലാണ് നിൽക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ്. കണ്ടോ, 1 2 3 4 5 6ലാണ് കിടക്കുന്നത്. 7ലോട്ട് ഒരിട്ടും കൂടെ നമ്മൾ ലൂസാക്കി കൊടുത്തായിരുന്നു. രണ്ട് സൈഡും ഒരേ ലെവലിൽ മുറുക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. ഇങ്ങനെ നോക്കി മുറുക്കുമ്പോൾ 1 2 3 4 5 6 7 ആയില്ല. 7 ആണെങ്കിൽ ഇത്തിരി കൂടെ മുറുക്കണം. ഇത് ചുമ്മാ മുറുക്കിയിട്ട് ഈ വീലിനായിട്ട് ടൈറ്റ് ചെയ്താൽ പോരാ. രണ്ട് സൈഡ് നമ്മൾ ഒന്നുകൂടെ നോക്കണം കേട്ടോ. എൻ്റെ ചെയിൻ വല്ലാണ്ട് ലൂസായിരുന്നു. ഇപ്പോൾ കറക്റ്റ് 7 വന്നിട്ടുണ്ട് കേട്ടോ. 7 ആയിട്ടുണ്ട്. രണ്ട് സൈഡ് ഒരേ ഇതായിട്ടുണ്ട്. 1 2 3 4 5 6 7. അപ്പോൾ ഞാൻ 7 എന്നൊക്കെ പറയുന്നതുകൊണ്ട് തെറ്റായിരിക്കില്ല. ഇത് ചെയിൻ വാങ്ങിക്കുമ്പോൾ അത് ഏറ്റവും താഴെ ആയിരിക്കും കിടക്കുന്നത്. പിന്നെ നമ്മൾ മുറുക്കുന്നതനുസരിച്ച് ഇത് എണ്ണി നോക്കിയപ്പോൾ ഇപ്പോൾ 7ാമത്തെ വെട്ട് വരെ വന്നതാണ്. അപ്പോൾ അത്രയും മുറുക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും 7 7 എന്നുള്ള രീതിയിലായി. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ അളവ് വെച്ചാൽ മതി. ഇവിടെ എണ്ണി നോക്കിയേക്കാം കറക്റ്റല്ലേ. 1 2 3 4 5 6 7. വീലും ജസ്റ്റ് കറക്റ്റ് നോക്കാം. ഒത്തിരി കറക്കിയിട്ടിട്ട് ചെയിനയിലോട്ട് കയറി പിടിക്കില്ല. പതുക്കെ ചെയിൻ കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ട്, പക്കയായിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡ് ആദ്യം മുറുക്കി കൊടുക്കണം. അതായത് ഈ സ്പ്രോക്കറ്റിൻ്റെ സൈഡ് ഇവിടെയാണ് ടൈറ്റ് ആക്കേണ്ടത്. എന്നിട്ടാണ് അപ്പുറത്തെ സൈഡ് മുറുക്കുന്നത്. ഓക്കെ, ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ്. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയിൻ മുറുക്കുന്ന പരിപാടി. ഇതിനു വേണ്ടിയാണ് നമ്മൾ 50 രൂപ കളയുന്നത്. ആകെ വേണ്ടത് 2 വീൽ സ്പാണ്ടറും പിന്നെ ഇത് മുറുക്കുന്ന സ്പാണ്ടർ. ചില വണ്ടിയുടെ 10 ആയിരിക്കും, ഈ വണ്ടിയുടെ 12 കേട്ടോ. ഈ അഡ്ജസ്റ്റർ, ചെയിൻ അഡ്ജസ്റ്ററിൻ്റെ ആവും. ഓരോ വണ്ടിയുടെയും കറക്റ്റ് മിക്ക വണ്ടിയുടെയും 10ൻ്റെ സ്പാണ്ടർ ആയിരിക്കും വേണ്ടത്, ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ. ഈ ടൂൾസിൻ്റെ ഒരു അഭാവമുണ്ട്, എന്നാലും കുഴപ്പമില്ല. കൈ ചെറുതായിട്ടൊന്ന് പോയി. റിംഗ് സ്പാൻഡറാണ് ഏറ്റവും നല്ലത്. എൻ്റെ ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ നട്ടിൻ്റെ വെട്ടി തീരും. ഓക്കെ, ആണോ, രണ്ട് സൈഡ് മുറുക്കി കണ്ടോ. ചെയിൻ പക്കയായിട്ട് മുറുക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഒരേ രീതിയിൽ. വേറെ ആരുടെ സഹായമൊന്നും വേണ്ട. ബ്രേക്ക് വെട്ടി പിടിക്കാൻ വേറെ ആൾ വേണ്ടത് കണ്ടോ. ചെയിൻ കണ്ടോ, ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ല. കണ്ടോ, കറക്കി കറക്റ്റ് ടൈറ്റിന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പക്കയായിട്ട് ചെയിൻ മുറുക്കാൻ പറ്റും, സ്വന്തമായിട്ട് മുറുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയിൻ മുറുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചെയിൻ നമുക്ക് തന്നെ മുറുക്കാൻ പറ്റും. വേറൊന്നുമില്ല, ഈ രണ്ട് സൈഡിലൊരു വെട്ട് കാണിച്ച് ഞാൻ അപ്പുറത്തെ വണ്ടിയിലൊന്ന് കാണിച്ചു തരാം. ഉണ്ട് ഇതുപോലെ അടയാളങ്ങൾ കാണും, കറക്റ്റ് കാണാൻ തരത്തിൽ 1 2 3 ഉണ്ട്. അത് രണ്ട് സൈഡിൽ ഒത്തുവന്ന് ഒരുപോലെ മുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ചെയിൻ വാങ്ങിച്ചിട്ടല്ലേ, ചെയിനും സ്പ്രോക്കറ്റും പുതിയത് മാറി കിട്ടുന്ന കാലം തൊട്ട് ഇതുപോലെ കറക്റ്റായിട്ടാണ് നിങ്ങൾ മുറുക്കുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ചെയിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കൂടും, ഒരുപാട് കാലം നിൽക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ മുറുക്കി കറക്കി വിട്ട് ബ്രേക്ക് ചവിട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ വെട്ടിപ്പാളി പോലെ ചെയിൻ ലൂസ് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ചെയിൻ ലൈഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓപ്പൺ ചെയിൻ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക, ലൂബ് അടിക്കുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.